എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് എന്റെ ഫ്രസ്ട്രേഷൻ അവസ്ഥയ്ക്കും കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കി. രേണുസുതി കിച്ചു വിഷയം അതിപ്പോ വന്ന് രേണുസുതി ഷഫീന ബി വിഷയമായി മാറിയിട്ടുണ്ട്. രണ്ടാളും അറിയാലോ, ഒരു വണ്ടിക്കുള്ള ആൾക്കാരാണ്, രണ്ടും കണക്കാണ്. അതുകൊണ്ട് തന്നെ രണ്ടാളും തമ്മിലുള്ള അടി കാണാനും നല്ല വൈബ് ഉണ്ട്. 2 ദിവസം മുമ്പ് കിച്ചു രേണുവിനെതിരെ അടക്കം സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന് പിന്നിൽ ഷഫീന ബീവി ആണെന്നാണ് രേണു പറയുന്നത്. ഷഫീന ബീവി ഇങ്ങനെ കിച്ചുവിനെ കയറ്റി വിട്ട് ഓരോന്നും പറയിപ്പിച്ചതാണെന്നുള്ളതാണ് രേണുവിന്റെ പക്ഷം. അങ്ങനെ എന്ത് സംഭവിച്ചു? ഇവർ രണ്ടാളും തമ്മിൽ പൂരടി തുടങ്ങി. ഷഫീന ഒരു വീഡിയോ ചെയ്യും, രേണു അതിന് മറുപടി ആയിട്ട് വേറെ വീഡിയോ ചെയ്യും. തീട്ടം അതിനെ നാദിനെ കണ്ടെത്തി എന്നൊക്കെ പറയൂലേ, അതുപോലെ ആയിരുന്നു ഇവരുടെ പോരാട്ടം. തീട്ടവും കക്കൂസും തമ്മിലുള്ള അടി. രണ്ട് നല്ല ചേർച്ചയാണല്ലോ, ഒന്നും പറയണ്ട. എന്തായാലും നമുക്ക് ആദ്യം ഷഫീന ബീവി രേണുവിനെതിരെ ചെയ്തൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടോക്കാം. കടത്താൻ വേണ്ടിയിട്ട് മാത്രം മീഡിയേറ്റർ ആയിട്ട് ഈ നാറിയ ഉപയോഗിക്കുന്നതാണ്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തോ സംതിങ് വെരി ഫിഷി. അത് കണ്ടെത്തി ഇവള് വരുമ്പോ ഇവളുടെ പെട്ടി, ഇവൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നന്നായി സെർച്ച് ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറക്കാൻ. ഓക്കെ, രേണു ഇപ്പൊ ഇടയ്ക്കിടെ വിദേശയാത്രയൊക്കെ നടത്തുന്നുണ്ടല്ലോ. മിക്കവാറും ദുബായിലൊക്കെ ആയിരിക്കും യാത്ര. നിലവിൽ ആളിപ്പോ ദുബായിലാണുള്ളത്. ബാർ ഉദ്ഘാടനം, ഡാൻസ്, പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണു ഇടയ്ക്കിടെ ഇങ്ങനെ ദുബായിലേക്ക് പോകുന്നത്. ഇവിടെ ഷഫീന ബീവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രേണുവിന്റെ ഇടയ്ക്കിടെയുള്ള ദുബായ് പോക്ക് വെറും പോക്കല്ല, അതിന്റെ പിറകിൽ വലിയ കള്ളക്കടത്ത് തന്നെ നടക്കുന്നുണ്ട് എന്നാണ്. കള്ളക്കടത്ത് സംഘത്തിന്റെ കാരിയർ ആയിട്ടാണ് രേണു ഇടയ്ക്കിടെ വിദേശയാത്ര നടത്തുന്നത് എന്നുള്ളതാണ് ഷഫീന ബീവി പറയുന്നത്. സംഭവം നമ്മുടെ നാട്ടിൽ ഇതുപോലെ സ്വർണ്ണമൊക്കെ കടത്തുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്കിടെ ദുബായിൽ പോകും, എന്നിട്ട് കള്ളക്കടത്ത് സംഘത്തിന്റെ സ്വർണം കൊണ്ട് നാട്ടിലേക്ക് വരും. മലദ്വാർ ഗോൾഡ് എന്നൊക്കെ കേട്ടില്ലേ, അതന്നെ സംഭവം. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്നതിൽ നല്ലൊരു തുക കമ്മീഷനും ഇവർക്ക് കിട്ടും. ഇങ്ങനെ സ്വർണം കടത്താൻ വേണ്ടി മാത്രം ഇടയ്ക്കിടെ വിദേശയാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ രേണുവും അങ്ങനെ ഒരാളാണ് എന്നാണ് ഷഫീന ബീവി പറയുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും ഒരു തെളിവില്ലാതെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. രേണു അങ്ങനെ എന്തെങ്കിലും കള്ളക്കടത്ത് നടത്തിയതായിട്ട് എന്തെങ്കിലും തെളിവ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഷഫീന ബീവിയുടെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനുമില്ല. സോ ഒരു തെളിവുമില്ലാതെ രേണുവിനെ കള്ളക്കടത്തുകാരിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. എന്തായാലും ഷഫീന ബീവിയുടെ ഈ ആരോപണത്തിന് പിന്നാലെ ഇതിനുള്ള ചുട്ട മറുപടിയുമായി രേണു രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി. നമുക്ക് രേണുവിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഷഫീന ബീവി അല്ലെ, തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക്. ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവരെ ശ്രദ്ധിക്കുക. ആ കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചു. ആദ്യമായിട്ട് രേണു സത്യം പറയുന്നത് കേട്ടു, സന്തോഷായി. ഷഫീന ബീവിയെ കുറിച്ച് രേണു പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ആള് കുറച്ച് ഡേഞ്ചർ തന്നെയാണ്. കിച്ചുവിന്റെ വിഷയത്തിൽ ഇവർ അനാവശ്യമായി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കിച്ചുവിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അതിനപ്പുറത്തേക്ക് ഒരു പരിപാടിക്കും പോയിട്ടില്ല. പക്ഷേ ഷഫീന അനാവശ്യമായി കിച്ചുവിനെ പോയി കാണുന്നു, അവന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങി അത് പബ്ലിക്കാക്കി എല്ലാവരോടും സഹായിക്കാൻ വേണ്ടി പറയുന്നു. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് കിച്ചു തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെയാണ് കേട്ടത്. അതെന്തായാലും നന്നായി എന്ന് ഞാൻ പറയൂ. ഷഫീന ബിയുടെ വലയിലൊന്നും പോയി വീഴാതിരിക്കുന്നത് തന്നെയാണ് ശരിക്കും നല്ലത്. ബാക്കി ഉണ്ടോക്കാം. ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത് ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ ഇവരാരാണെന്ന് എന്താണ്, ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും അറിയാമെങ്കിൽ അതങ്ങ് പുറത്ത് വിട് രേണു, ധൈര്യമായിട്ട് പറ. ഷഫീന ബീവിക്ക് ദുബായിൽ എന്തെങ്കിലും ഉടായ്പ ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ അത് മറച്ചു വെക്കാത്ത തുറന്ന് പറഞ്ഞോ. ആ സ്ത്രീയെ എക്സ്പോസ് ആക്കാനുള്ള ഒരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തിനാണത് പിന്നെ മറച്ചു വെക്കുന്നത്? ഞങ്ങളൊക്കെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും മാറി, ഇതിലും കൂടുതൽ ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ട് പറഞ്ഞു. അതോ എപ്പോഴത്തെയും പോരെ ഇത് വെറും നാടക ഡയലോഗ് മാത്രമാണോ? ഒന്നും അറിയാതെ വെറുതെ ഡയലോഗ് പൊട്ടിച്ചതാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യവും ഇല്ല എന്ന് പറയായിരുന്നു. എനിക്ക് തോന്നുന്നത് വെറുതെ മാസ് ഡയലോഗ് അടിച്ചതാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഷഫീന ബീവി ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും ഉടായ്പ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ രേണു അത് പുറത്ത് പറയാതിരിക്കില്ലല്ലോ അല്ലെ? ബാക്കി ഉണ്ടോക്കാം. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണുസുതി, മനസ്സിലായോ? നീ കുറെ കടന്ന് കളിക്കും. ഈ രേണുസുതിയെ നിനക്കൊന്നും ശരിക്കും അറിയൂല. നീ തീട്ടമാണെങ്കിൽ രേണുസുതി തീട്ട കട്ടയാണ്. നീ ഉടായ്പാണെങ്കിൽ രേണുസുതി ഉടായ്പിന്റെ കൊടിമരമാണ്. അതുകൊണ്ട് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ ഷഫീന ബീവിയെ, നീ കുറെ വിയർക്കും. എന്തായാലും 2 ഭൂലോക ഉടായ്പകളുടെ ഈ പോരാട്ടം ചരിത്ര താളുകളിൽ എഴുതി വെക്കണമെന്നാണ് എന്റെ ഒരു ഇത്. ഇവിടെ എങ്ങനെയും കുറച്ച് അപരാധപ്പിറവികൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്ന് പുറം ലോകം അറിയട്ടെ. ബാക്കിയുണ്ടോ? നിനക്ക് എന്താ അറിയണ? എന്റെ പെട്ടിക്കകത്ത് എന്താണ്? ആടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി, ഋതപ്പനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുവിടുന്ന ആ മുട്ടായി.
അതെന്താണ് ചേച്ചി, ഋതുപ്പന് മാത്രമേ മിഠായി ഉള്ളൂ, കിച്ചുവിനതൊന്നും കൊണ്ടുപോയി കൊടുക്കാറില്ലേ? അല്ലെങ്കിൽ എന്റെ കിച്ചൂട്ടനുള്ള മിഠായി എന്നാണല്ലോ പറയാറ്. ഇത്ര പെട്ടെന്ന് കിച്ചുവിനെ മറന്നു? സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ വായിന്ന് അറിയാതെ സത്യം പുറത്തു വന്നതാണ്. ചേച്ചിയുടെ ഒരു ഉടായ്പ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മിഠായി കൊണ്ടു കൊടുക്കുന്നത് ഋതുപ്പനാണെങ്കിലും എല്ലാരോടും പറയുന്ന സമയത്ത് ഇതെന്റെ കിച്ചുവിനുള്ള മിഠായി ആണെന്നേ പറയൂ. കിച്ചുവിനൊരു 100 രൂപ അയച്ചു കൊടുക്കുമ്പോൾ പോലും 4 ആളെ കാണിച്ചുകൊണ്ട് അയക്കുന്ന ആളാണ്. പക്ഷെ ഇത്തവണ ഷെഫീന ബീവിയോടുള്ള ദേഷ്യത്തിൽ സംസാരിക്കുന്നതിനിടയിൽ ചേച്ചിക്കൊന്ന് പാളി. എന്തായാലും ഞാൻ വിചാരിച്ചത് ചേച്ചി ഷെഫീനക്ക് കുറച്ചുകൂടെ മാസ് റിപ്ലൈ കൊടുക്കുന്നതാണ്. ആടി വന്ന് നോക്കടി, എന്റെ പെട്ടിയിൽ മുഴുവൻ കള്ളക്കടത്താടി, അത്ര ചങ്കൂറ്റുണ്ടെങ്കിൽ എന്നെ ഒന്ന് വന്ന് പിടിക്കടി എന്നൊക്കെ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ കുറെ ചെടിയും പ്രായം മിഠായും. എന്തെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. ഇതൊക്കെ നിന്നെ എന്തിനാടി ഞാൻ ബോധിപ്പിക്കുന്നത്? അടി ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്, മനസ്സിലായോ? അല്ല നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് മറ്റേ എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ. പക്ഷെ എന്റെ വായിന്ന് നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തെല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെയും മറ്റേ ഫാമിലിയെയും തമ്മിൽ അടുപ്പിച്ച്, മക്കളെയും തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. നാശം പിടിച്ചവൻ. ഇവറ്റുകളുടെ ഒക്കെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്താ ഒരു സുഖം. നല്ലൊരു പ്രാക്ക് കേട്ടിട്ട് കുറെ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറവ് രേണു ചേച്ചി ആയിട്ട് എന്നെ നികത്തി തന്നു. പക്ഷെ ഈ പ്രാക്കൊന്നും ഷെഫീനെ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല തൊലിക്കെട്ടിയാണ് ആ സ്ത്രീക്ക്. എന്തായാലും ഷെഫീന ബേബി കുടുംബത്തിൽ കയറി കളിച്ചു എന്നാണ് രേണു പറയുന്നത്. അതായത് ഷെഫീനെ കിച്ചുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോന്ന് പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ് രേണുവിന്റെ വാദം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കിച്ചു തന്നെ തുറന്നു പറയണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് കിച്ചു തന്റെ ജീവിതാനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ പോലും കിച്ചു പറഞ്ഞതിൽ എന്തെങ്കിലും നുണകൾ ഉണ്ടെങ്കിൽ രേണു അത് പറയട്ടെ. അല്ലെങ്കിൽ കിച്ചു പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി രേണു തന്നെ പറയട്ടെ. കിച്ചു രേണുവിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. എന്തുകൊണ്ടാണ് രേണു ഒന്നിനും മറുപടി പറയാഞ്ഞത്? ഷെഫീന ബീവിക്കെതിരെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കിച്ചു പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുകയായിരുന്നു രേണു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. നഷ്ടപ്പെട്ട ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കാമായിരുന്നല്ലോ. അതെന്താ ചെയ്യാത്തത്? ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ? അപ്പൊ കിച്ചു പറഞ്ഞതൊക്കെ സത്യമാണ് എന്നല്ല അതിന്റെ അർത്ഥം. ആകെ കിച്ചുവിന് പൈസ കൊടുക്കുന്ന കാര്യം മാത്രമേ രേണു ഇതുവരെ പറഞ്ഞുള്ളൂ. പൈസയുടെ കാര്യമാണെങ്കിൽ കിച്ചു എവിടെയും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതിനെല്ലാം ഇടയിൽ നമ്മുടെ ദിയാസാന രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഷെഫീന ബീവിയെ തെറി വിളിച്ചുകൊണ്ടും ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ചെറിയൊരു ഭാഗം കൂടി കണ്ട് നമുക്ക് നിർത്താം. എവിടെയെങ്കിലും സംസാരിക്കുമ്പം നീ എന്നെ പറ്റി പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞിട്ടൊക്കെ വരണം. നിന്റെ ചട്ടുകാലം വെച്ചുകൊണ്ട് നീ കാട്ടവരാത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ നീ വിവരം അറിയും മറ്റേ മോളെ. ഞാൻ പറഞ്ഞു ഞാൻ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് രേണു സുധിയെ ഇഷ്ടമാണ്, ഞാൻ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം കിച്ചു പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ കിച്ചുവിന്റെ ട്രോമയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ കിച്ചുവിന്റെ ചുറ്റുപാട് നിൽക്കുന്ന, കിച്ചുവിനെ ഇപ്പൊ വന്ന് ഇളക്കി വിടുന്ന ആളുകള് ഭയങ്കര പ്രശ്നമായിട്ടുള്ള ആളുകളാണ്. അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. നാളെ അമ്മയും മക്കളും ഒക്കെ ഒന്നാവും. അവസാനം ഈ പറഞ്ഞ കാട്ടവരാതങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഞാനത് ഈ പറഞ്ഞ ഇവളെ പോലെയുള്ള കുഴുത്തുരുമ്പ് പിടിച്ച സാധനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയും ആ 10-21 വയസ്സായ കൊച്ചു കാര്യമായിട്ട് ഈ ഐറ്റം ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു കൊടുത്തത്. ശരിക്കും അപ്പൊ കാണാൻ ഇവളൊരു വീഡിയോ ഇട്ടിരിക്കുക. നിങ്ങൾ കേൾക്കണം. ഫെയറാണ്, ഫെവറല്ല. അവളെ മോന്തയ്ക്കുള്ളതാണ് ഞാൻ പറയുന്നത്. എന്റെ മൂലം മതിരി ഇരിക്കണം അവളെ മോന്ത. നേരം പോക്ക് ടൈം പാസ്. കാരണം എന്താ വെച്ചാൽ ഇവക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവക്ക് തിന്നണമല്ലോ, വായിനകത്തോട്ട് വല്ലത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കണ്ട പെണ്ണുങ്ങൾ അവരാധിക്കണം. അതായത് അവള് പറയണ വീഡിയോയുടെ തുടക്കത്തിൽ ഷെഫീന ബീവി എന്തിനു രേണുവിനെ പറ്റി ചുമ്മാ നേരം പോക്ക് ടൈം പാസ്. ഇവളെ തള്ള മറ്റേ തൂറിയിട്ടുണ്ടാക്കിയല്ലേ രേണു സുധിയെ. ഇവക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് കാട്ടവരാതം പറയാം കണ്ട പെണ്ണുങ്ങളെ പറ്റിയിട്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അലവലാതി വന്നിരുന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവള് നാണമില്ലാത്ത വേലത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല അല്ലേ. അവള് പറയുന്നുണ്ട് അതിനകത്ത് അവളെ ടൈം പാസ് ആണ് അത്രേ. അവളെ ടൈം പാസ് അവൾക്ക് തിന്നിരുന്ന് കണ്ട പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞിട്ട് അവളുടെയൊക്കെ കാട്ടെടുത്ത് തിന്നാൻ, അതാണ് അവളെ ടൈം പാസ്. ഇവള് ദുബായിൽ എന്തൊരു പരിപാടി, ഇവള് അവിടെ എന്തായിരുന്നു ചട്ടുകാലം വെച്ച് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ അവള് വീട്ടിലിരുന്ന് ഇവളെ 2 ആമക്കളെയും വെച്ചോണ്ടിരുന്ന് എന്തിനാണ് ചെയ്യണത്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു 21 വയസ്സായ പ്രായപൂർത്തി കഴിഞ്ഞ ജോലിയൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു കൊച്ചിനെ നോക്കേണ്ട ബാധ്യത എങ്ങനെയാണ് ഈ പറഞ്ഞ രേണുവിന് ഉണ്ടാകുന്നത്.
1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത്. അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് നമ്മളിവിടെ കാണിച്ചത്. എന്തായാലും ദിയാസാന ഷഫീന ബീവിയെ നല്ല പച്ചത്തെറി വിളിക്കുന്നുണ്ട്. അത് പിന്നെ ഇവരെല്ലാവരും ഒരേ കാറ്റഗറി ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ദിയാസാന അവസാനം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ദിയാസാന പറഞ്ഞല്ലോ 21 വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ചെക്കനെ നോക്കേണ്ട ബാധ്യത രേണുവിന് ഇല്ല എന്നുള്ളത്. ആയിക്കോട്ടെ, നോക്കണ്ട. പക്ഷെ ഈ തള്ളി മറിക്കലൊന്ന് നിർത്താൻ പറയാൻ പറ്റും. കിച്ചുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും കിച്ചുവിനെ വളർത്തി വലുതാക്കിയതും ഒക്കെ ഇന്റർവ്യൂകളിൽ വന്നിരുന്ന് തട്ടിവിടുന്നത് നിർത്താൻ പറയാൻ പറ്റും. പറയുന്നതൊന്നും പ്രവൃത്തി വേറെ ആയതുകൊണ്ടുള്ള പ്രശ്നമാണിത്. പിന്നെ മറ്റൊരു കാര്യം, കിച്ചു തന്റെ വീഡിയോയിൽ ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ പറഞ്ഞത്, പണ്ടത്തെ കാര്യമല്ലേ. അതായത് ഈ ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്ന് തട്ടിവിടുന്നത് പോലെയല്ല കാര്യങ്ങൾ. പണ്ട് തൊട്ടേ തന്നെ രേണു തന്നെ ടേക്ക് കെയർ ചെയ്യാറില്ല എന്നല്ലേ കിച്ചു പറഞ്ഞത്. അല്ലാതെ 21 വയസ്സായി തന്നെ രേണു നോക്കുന്നില്ല എന്ന് കിച്ചു എവിടെയും പറഞ്ഞോ? ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ കാര്യം. സംസാരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി മനസ്സിലാക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.